കോശി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന് അവതരിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാം. 2 കൊല്ലപ്പെട്ടു തോന്നുന്നു. 2023 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പരിശ്രമിക്കുന്നതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. പലതരത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പലരെയും വിളിച്ച് ഗവൺമെന്റിൽ നിന്നുള്ള അധികാരികൾ സംസാരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ JB കോശി റിപ്പോർട്ട് ഇതുവരെയും എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് പൂർണ്ണമായും ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് പുറത്തുവിടാത്തതെന്ന് നമുക്കാർക്കും അറിയില്ല. അതേസമയം അതിനകത്ത് കുറേ കാര്യങ്ങൾ എടുത്ത് നമ്മുടെ സഭകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈയൊരു കോശി റിപ്പോർട്ട് നടപ്പിലാക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വഞ്ചനാപരമായിട്ട് നിലപാട് ഒന്നും എടുത്തതായിട്ടൊന്നും നമുക്കറിയില്ല. കാരണം ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പഠിക്കണം, അതിന് സമയമെടുക്കും. ആ പഠിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. ആയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളും ശുഭാപ്തിയോടുകൂടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ ഗവൺമെൻറ് ഏതായാലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഭൂരിഭാഗവും നടപ്പാക്കിയെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അല്ല, നടപ്പിലാക്കിയെന്നാണോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് എല്ലാം തീരുമാനങ്ങൾ എടുത്തു അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അത് സഭയുടെ ഒരു സ്റ്റാൻഡിൽ പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അത് ജനങ്ങൾ അത് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ ആകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ JB കോശി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതാണ് ആർക്കും നല്ലത്, ഞങ്ങൾക്കും നല്ലത്, ഗവൺമെന്റിനും നല്ലത്. പബ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് പോലും KCBC പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയുണ്ടായി. അതിനെപ്പറ്റി മുഖ്യമന്ത്രിയോട് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഞാനൊന്ന് സംസാരിക്കുക, എന്താണ് പബ്ലിഷ് ചെയ്യാത്തതെന്നുള്ളത്. ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി മുമ്പ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം, കാരണം എല്ലാം ചിലപ്പോൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്തൊക്കെയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിലൊരു താരതമ്യം പറയുന്നത്, മുമ്പ് പാലുളി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് നടപ്പാക്കുകയും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തു. പക്ഷേ ഇത് നടപ്പാക്കാൻ വൈകുന്നു, വിശദാംശങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പോൾ അതിലെന്തൊരു ദുരൂഹതയും അങ്ങനെ പറയുന്നുണ്ട്. പാലുളി കമ്മീഷനും അതുപോലെ JB കോശി കമ്മീഷനും നമ്മൾ താരതമ്യ പഠനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതൊക്കെ എന്തിനാണ്, ഒരു കമ്മ്യൂണിറ്റി കിട്ടട്ടെ, നമുക്ക് കിട്ടിയാൽ മതി. നമ്മളതേ പറയുന്നുള്ളൂ. മനസ്സിലായ? ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കിട്ടിക്കോട്ടെ. എല്ലാ മനുഷ്യരും നമ്മുടെ മുമ്പിൽ എല്ലാ മനുഷ്യരും മനുഷ്യരാണ്. അവർക്കൊക്കെ അവകാശങ്ങളുണ്ട്, അവർക്കൊക്കെ കഷ്ടപ്പാടുകളുണ്ട്, അവർക്ക് വേദനകളുണ്ട്. അവരുടെയൊക്കെ സഹായത്തിന് എത്തേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം, നമുക്ക് കിട്ടേണ്ടത് നമുക്കും കിട്ടണം. ഈ കൊച്ചി മേയർ പദവിയൊക്കെ സഭ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് കിട്ടിയതെന്നാണ് മേയർ പറഞ്ഞത്. സഭ ശബ്ദമുയർത്തി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഒരാളായതുകൊണ്ട് ആ ആൾക്ക് വേണ്ടി ആരോടെങ്കിലൊക്കെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടാകാം. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ്, ഒരു സ്കൂളിൽ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സീറ്റ് പഠിക്കാൻ ലെറ്റർ തരും. എന്തിനാണ് ആ ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചല്ലേ തരുന്നത്. അതുപോലെ നമ്മുടെ സഭയിലുള്ളവരും ചിലപ്പോൾ സഭയിലുള്ളൊരു വ്യക്തി വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പത്രക്കാർക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ?
അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ സഭയ്ക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണന കിട്ടണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. അത് സഭയ്ക്ക് അർഹമായ പരിഗണന കിട്ടണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ നമുക്ക് പലപ്പോഴും UDF-ഉം LDF-ഉം BJP ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുകയുണ്ടായി. അതിൽ നമ്മൾ വളരെ ഈ LDF-നെയും UDF-നെയും BJP-യൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. കാരണം അവർ നമ്മുടെ നിരവധി സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുകയുണ്ടായി. അതിൽ കുറേ പേര് ജയിച്ചിട്ടുണ്ട്, കുറേ പേര് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സഭയുടെ ഒരു നിലപാട് എന്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ആരോടെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ള എന്തോ ഏതെങ്കിലും മുന്നണിയോടോ പാർട്ടിയോടോ ഒക്കെ പ്രത്യേകിച്ച് നിലപാട് അനുകൂലമായിട്ട് എടുക്കാൻ സാധ്യതയുണ്ടോ? അതോ നമ്മളെങ്ങനെ സാധാരണയായിട്ട് ഇപ്പോൾ ഈ മെത്രാന്മാർ, ഞങ്ങളുടെ മെത്രാന്മാരുടെ എന്താ പറയുന്നത് സംഘടനകൾ, ഇതൊന്നും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം അങ്ങനെയൊന്നും പറയാറില്ല. കാരണം നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ഞങ്ങളൊക്കെ പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആവണം. അതുകൊണ്ട് നമ്മളുടെ ആളുകൾ വളരെ പ്രബുദ്ധരാണ്. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള നല്ല ബുദ്ധിയും ബോധവും കഴിവുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ജനങ്ങളും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവർ നമുക്ക് നന്നായിട്ട് വോട്ട് ചെയ്യുമെന്ന് അറിയാം. മനസാക്ഷി അനുസരിച്ച്, കാര്യങ്ങളുടെ പോക്കനുസരിച്ചൊക്കെ അവർ നോക്കി വോട്ട് ചെയ്യാനറിയാം. അതിപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതിനൊന്നും ഞങ്ങളാരും ബിഷപ്പുമാരൊന്നും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യൂ, ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലാതെ തോന്നുന്നു. കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ശരിയായ രീതിയിലാണോ? കേരളത്തിലെ പോക്ക് അങ്ങനെ മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭരണം നടക്കുന്നുണ്ട്, ഭരണത്തിലൂടെ നമുക്ക് പല ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും. ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തോ അതെനിക്കറിയില്ല. അത് ആ പോരായ്മയായിരുന്നോ അല്ലെങ്കിൽ ജനങ്ങൾ ഒന്ന് വേറെ തരത്തിൽ പ്രതികരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറച്ച് കുറവ് കിട്ടും. ഇത് ജനാധിപത്യത്തിൽ ഇതെപ്പോഴും ഇത് നടക്കുന്ന സംഭവങ്ങളാണ്. തോൽവി ഉണ്ടാവും, ജയം ഉണ്ടാവും. ഞാൻ നേരത്തെ ഇവിടെ പറയുണ്ടായി, നമ്മളുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇത്രയും വർഷം നിലകൊണ്ടു എന്നുള്ളതാണ്. ആ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി നിലകൊണ്ടു എന്നുള്ളത് തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് തന്നെയല്ല, ഈ ഇലക്ഷനൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ്. എത്രയോ രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇലക്ഷനും ഇല്ല, പട്ടാള ഭരണവും ഏകാധിപത്യ ഭരണമൊക്കെയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി, ഞാൻ ഓർക്കുന്നത് നമ്മുടെ ടാഗോർ പറഞ്ഞ ഇൻടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം ലെറ്റ് മൈ കൺട്രി അവേക്ക്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വികാസത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, എവിടെ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നുവോ, എവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുവോ, എവിടെ നമുക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക്, അങ്ങനെയുള്ളൊരു സ്വർഗത്തിലേക്ക്, അങ്ങനെയൊരു കാലാവസ്ഥയിലേക്ക് എൻ്റെ നാടിനെ നയിക്കണമെന്നാണ് ടാഗോർ പാടിയത്. ആ ഒരു പാട്ടാണ് നമുക്കുള്ളത്. എന്തെല്ലാം പോരായ്മകളും ഭരണത്തിലും അതുപോലെ ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനൊക്കെ ഉണ്ടെങ്കിലും കൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇതാണ്: ഇവരെല്ലാവരും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അവരോട് നമ്മൾ നന്ദിയുള്ളവരാണ്. ഈ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ആവശ്യപ്പെട്ട് അങ്ങനെ മുഖ്യമന്ത്രിയെ കാണും എന്നാണ് നമുക്ക് പറയാലോ. മുഖ്യമന്ത്രി എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ഞാൻ കാണും. മുഖ്യമന്ത്രിയുടെ സൗകര്യം അനുസരിച്ചൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.